ഫസ്റ്റ് ടൈം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഇല്ലെങ്കിൽ എന്റെ റിസൾട്ട് ഷെയർ ചെയ്തിട്ട് പ്രോഗ്രാമിലേക്ക് എൻറ്റർ ആവാം. ആരുമില്ലെന്ന് തോന്നണ്. സമയമായിട്ടുണ്ട്. ഇപ്പോഴും കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ഉള്ളവർക്ക് ഞാൻ എൻ്റെ ഒരു റിസൾട്ട് ഷെയർ ചെയ്തിട്ട് പ്രോഗ്രാമിൽ എൻറ്റർ ആവും. ഓക്കെ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ പറഞ്ഞു പേര് ഇന്ദു സെന്തിൽ, ഏജ് 38. ഞാനിപ്പോ സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നുമാണ്. ഈ പ്രോഗ്രാം ഇതിൽ ഫസ്റ്റ് ടൈം നിങ്ങളെല്ലാവരും എൻറ്റർ ആയിട്ടുണ്ടാവും. അതേപോലെ എനിക്കും ഫാമിലിക്കും ഈ പ്രോഗ്രാം കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. കണ്ടു. ഫസ്റ്റ് തൊട്ട് എൻഡ് സെഷൻ വരെ ഹാപ്പി ടു ഹെൽപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് യു-ടേൺ എടുത്തു. ആദ്യം ഈ പ്രോഗ്രാം ഹസ്ബൻഡിനായിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ഇതേപോലെ ഒരു എഡ്യൂക്കേഷൻ പാർട്ട് നെക്സ്റ്റ് ക്വാളിഫൈ അറ്റൻഡ് ചെയ്തപ്പോ ഹസ്ബൻഡ് അല്ല ഫാമിലി തന്നെ അൺഹെൽത്തി സിറ്റുവേഷനിൽ ട്രാവൽ ആവുന്നു മനസ്സിലാക്കിയിട്ട് ഹസ്ബൻഡ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഹസ്ബൻഡിന്റെ കണ്ടീഷൻ പെർ ഡേ 100 കിലോമീറ്റേഴ്സ് ടൂ വീലർ ഓടിക്കുന്നത് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അൾസർ, അതേപോലെ ഗ്യാസ് ട്രബിൾ, കൂർക്കംവളി, കൂടാതെ ഒരു 7 kg എക്സസ് വെയിറ്റിലുണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഹസ്ബൻഡിനെ ഒരു വെൽനസ് കോച്ച് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ആ വെൽനസ് കോച്ച് ഹസ്ബൻഡിന്റെ റോങ് ഈറ്റിംഗ് ഹാബിറ്റ്സിനെ റൈറ്റ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഡേ ഫസ്റ്റ് നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. തേർഡ് ഡേ 1.5 കിലോ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പിയായി ഹസ്ബൻഡ്. കോച്ച് പറഞ്ഞ നിർദ്ദേശങ്ങൾ അതേപോലെ അപ്ലൈ ചെയ്തപ്പോൾ വിത്തിൻ 45 ഡേയ്സ് കൊണ്ട് അവരുടെ എക്സസ് വെയിറ്റ് കുറയ്ക്കുന്ന പ്രോസസ്സിൽ അവർക്കുണ്ടായിരുന്ന ബാക്ക് പെയിൻ, അൾസർ, കൂർക്കംവളി, ഗ്യാസ് ട്രബിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറിക്കിട്ടി അവർ ഹെൽത്തി ആയും വളരെ ഹാപ്പി ആയിരിക്കണം. ഓക്കെ, അവരുടെ ഒരു അമേസിംഗ് റിസൾട്ട്സ് കണ്ടിട്ട് ഞാൻ പ്രോഗ്രാമിൽ എൻറ്റർ ആയി. എനിക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഒരു 21 ഇയേഴ്സ് ആയിട്ട് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, 16 ഇയേഴ്സ് ആയിട്ട് പീരിയഡ്സ് പെയിൻ, 7 ഇയേഴ്സ് ആയിട്ട് 2 ബേബി സിസേറിയൻ ആയതുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ അണ്ടർ വെയിറ്റിലുണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും വെൽനസ് കോച്ച് എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിന് കറക്റ്റ് ചെയ്ത് കൊടുത്തു. 1 വീക്ക് ആകുമ്പോൾ എൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ തുടങ്ങി. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ പ്രോബ്ലവും മാറിക്കിട്ടി. ഹസ്ബൻഡും വൈഫും ഹെൽത്തിയാണ്, ഹാപ്പിയാണ്. ഫാമിലിയിൽ 2 കുട്ടികൾ എപ്പോഴും അൺഹെൽത്തി സിറ്റുവേഷൻ ഹോസ്പിറ്റൽ വിസിറ്റിലാണ്. 1.5 വയസ്സ് തൊട്ട് എൻ്റെ മോളിന് ഫസ്റ്റ് ടൈം 1.5 വയസ്സിൽ ന്യൂമോണിയ എഫക്റ്റ് ആയി. അപ്പൊ അതിനായിട്ടുള്ള ടാബ്ലറ്റും മെഡിസിനും കണ്ടിന്യൂസ് എടുക്കുമായിരുന്നു. അടുത്ത രണ്ടാമത്തെ ടൈം ഒരു 3 വയസ്സിൽ 3 ഇയേഴ്സിൽ സെക്കൻഡ് ടൈം ന്യൂമോണിയ എഫക്റ്റ് ആയി. തേർഡ് ടൈം ഒരു സ്കൂൾ പോണ തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഒരു 3 വട്ടം ന്യൂമോണിയ മോളിന് വന്നിട്ട് ലങ്സ് ഒരു 70% ഡാമേജ് ആണ് ഒരു കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞത് ഇവൾക്ക് ഇനി മെഡിസിൻ കണ്ടിന്യൂസ് എടുക്കേണ്ടി വരും, ഇൻഹേലർ എടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോ ഇത് കണ്ടിന്യൂസ് എടുത്താൽ മാത്രം പ്രശ്നമില്ലാതെ അവളെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻഹേലറും നേസൽ സ്പ്രേ, സ്റ്റീറോയിഡ് മെഡിസിൻ റെഗുലർ ബേസിൽ എൻ്റെ മോള് 6ാമത്തെ വയസ്സിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. അപ്പോ ഈ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോഗ്രാം ഞങ്ങളെ 2 പേർക്കും നല്ല റിസൾട്ട്സ് കിട്ടിയത് കൊണ്ട് കോച്ച് കുട്ടികളുടെ പ്രോഗ്രാം അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് അവർക്കും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോള് 2 വർഷം എടുത്ത ഇൻഹേലറും നേസൽ സ്പ്രേ, സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കാൻ പാടില്ല. സോ വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് അതും കൂടി എടുക്കേണ്ട ഒരു കണ്ടീഷൻ ആയിരുന്നു. 1 മാസത്തിൽ ഈ നല്ല ഒരു കുട്ടികളുടെ ഒരു ന്യൂട്രീഷൻ കൊടുത്തപ്പോൾ 1 മന്തിൽ എല്ലാ മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അടുത്ത ആൾക്ക് അത് എഫക്ട് ആവും. രാവിലെ ഒരാണെങ്കിൽ വൈകിട്ട് ഒരാൾ കൊണ്ടുപോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ ഫാമിലി മൊത്തം യാതൊരു സിറ്റുവേഷനും വന്നാലും മേജർ പ്രശ്നം ഇല്ലാതെ ഹെൽത്തിയാണ്, വളരെ ഹാപ്പിയാണ്. ഈ ഒരു റിസൾട്ട്സ് എൻ്റെ ഫാമിലിക്ക് എടുത്തു കൊടുത്ത എൻ്റെ വെൽനസ് കോച്ചിനെയും സ്വന്തം ഹാർട്ടിൽ താങ്ക്സ് പറയുന്നു. താങ്ക് യു അവർ വെൽനസ് കോച്ച്. ഓക്കെ, കുട്ടികളുടെ പിക്ചർ വന്നിട്ടില്ല. ഞങ്ങളുടെ പിക്ചർ 2 പേരും കണ്ടിട്ടുണ്ടാവും. കുട്ടികളുടെ പിക്ചർ ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഒരു മെഡിസിൻ എടുക്കുമ്പോൾ 6ാമത്തെ വയസ്സിൽ 4 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അന്നത്തെ ഒരു കണ്ടീഷനിൽ ഇൻഹേലർ, സ്പ്രേ, അതേപോലെ സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കുമ്പോൾ അവളുടെ ഒരു കണ്ടീഷനും ഒരു ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്ത് ഹെൽത്ത് ഇംപ്രൂവ് ആയപ്പോൾ ആഫ്റ്റർ പിക്ചറും കാണുമ്പോൾ മനസ്സിലാവും. കുട്ടികളുടെ പിക്ചർ വരാത്തത് കൊണ്ട് ചിലപ്പോൾ ഷെയർ ചെയ്യും. ഓക്കെ,
ഇപ്പൊ ഏകദേശം കണക്ട് ആയിട്ടുണ്ട്, ഇനിയും കണക്ട് ആയിക്കൊണ്ടിരിക്കണേ. അപ്പോ ഇന്ന് ഇപ്പൊ ടോപ്പിക്കിലേക്ക് എൻറ്റർ ആവാം. എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ തന്നെ, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഡയബറ്റിക് ഫുഡ് കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഏകദേശം ഞാൻ ഒരു എഡ്യൂക്കേഷനിലേക്ക് എടുത്തിട്ട് ഒരു വർഷത്തിന് മേലിലായി. ഇനി കുറച്ചങ്ങാട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും ടൈം വേരിയേഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ ഇതിൽ ഫസ്റ്റ് ടൈം കണക്ട് ആയിട്ടുള്ള നിറയെ പേർ ഉണ്ടായിരിക്കും, ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല. എന്റെ സ്ലാങ്ങിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിനോടും സീനിയർ കോച്ചിനോടും ചോദിച്ചിട്ട് മനസ്സിലാക്കണം. കാരണം ഞാൻ പറയുന്നത് ഫുള്ളും മനസ്സിലാവാന്ന് അറിയില്ല. മനസ്സിലാക്കണത് ആക്കിക്കോള്, ആക്കാൻ പറ്റാത്തത് കോച്ചസിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശരി. ഇപ്പോ ഞാൻ പറഞ്ഞു ഡയബറ്റിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം, ഒരു ഹാഫ് ആൻ അവർ എടുക്കാന്ന്. ഇതില് എന്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ബിഫോർ എന്താന്ന് വെച്ചാൽ ഒരു ഡയബറ്റോളജി ഹോസ്പിറ്റലിൽ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസും അതിൽ കിട്ടിയ ഒരു ജേർണിയിൽ കിട്ടിയ ഒരു അവയർനെസ്സുമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഇപ്പോ സാർ ഒന്ന് പിക്ചർ ഷെയർ ചെയ്യണം. ഇപ്പൊ നോക്കുമ്പോ ഡയബറ്റിക് ഞാൻ വർക്ക് ചെയ്തത് ഏകദേശം 13 വർഷത്തിന് മുന്നേ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നത്തെയും ഇപ്പോ ഒരു 13 ഇയേഴ്സ് ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോ അതിനേക്കാളും ഒരുപാട് ഡയബറ്റീസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നോക്കുമ്പോ വേൾഡ് ലെവലില് ഫുഡ് കെയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ കാലെടുക്കണതും വിരലെടുക്കണതും അതിന്റെ എണ്ണം കൂടിക്കൊണ്ടാ വരുന്നത്. സോ അതിന് മുഖ്യമായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഡയബറ്റീസ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഇതില് ഡയബറ്റിക്കില് നോക്കുമ്പോൾ 80 to 90% നമുക്ക് പ്രിവെന്റബിൾ ആണ്. ഡയബറ്റിക്കില് സംഭവിക്കുന്ന ഫുഡ് കെയറിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് അത് യൂട്ടേൺ എടുക്കാൻ സാധിക്കും, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. സോ അത് നമ്മള് അതിനായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ കൊണ്ടാണ് മേജർ പീപ്പിൾ ഇന്ന് ഒരുപാട് പ്രശ്നത്തിൽ എൻറ്റർ ആവുന്നതും കാലെടുക്കാനും വിരലെടുക്കാനും നമുക്കൊരു ദൈവം തന്നിട്ടുള്ള ഒരു ആർഗൻസ് നമ്മളുടെ അടുത്ത് ഇല്ലാതെ ആവുമ്പോ ആ അവസ്ഥ ഞാൻ 7 വർഷം കണ്ടതാണ്. സോ എന്റെ ജോലിയുള്ള ഒരു ചെറിയൊരു ഇത് മാത്രം ഞാൻ പറയാം. എന്തു പറഞ്ഞാലും അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോ ഒരു ന്യൂ ഡയബറ്റിക് വരുമ്പോ അതിന് എല്ലാ അവയർനെസ്സും ഒരു ഹാഫ് ആൻ അവർ നമ്മൾക്ക് ഫസ്റ്റ് ടൈം വരുമ്പോ ഇൻഫർമേഷൻ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ഹാഫ് ആൻ അവർ ഇരുത്തി കൊടുക്കും. അപ്പോ മോർണിംഗത്തെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് എഡ്യൂക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഒരു ന്യൂ ഡയബറ്റിക് വരുമ്പോ അവർക്ക് അവരുടെ ഹെൽത്തിനനുസരിച്ച് നോക്കിയിട്ട് അതേ റിപ്പോർട്ട് എടുക്കാൻ പറയും. അതിനുശേഷം ഫസ്റ്റ് ടൈം വരുമ്പോ എന്തായാലും 300-400 ഇല്ലാതെ ഒരു പീപ്പിൾ എൻറ്റർ ആവില്ല. അപ്പൊ HbA1c നോക്കുമ്പോ ഒരുപാട് ഉണ്ടാവും, 10-12 ഉണ്ടാവും. അപ്പൊ അവർക്ക് ഉള്ളില് കൊണ്ടുപോയി എല്ലാം നോക്കി സംസാരിച്ച് വരുമ്പോ അവരുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും നോക്കുമ്പോ 0 ആയിരിക്കും. അതെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് ടോട്ടൽ ആയിട്ട് ബോഡീനെ എല്ലാം ചെക്ക് ചെയ്ത് അതായത് സിറ്റിംഗ് BP, സ്റ്റാൻഡിങ് BP, ലൈയിങ് BP, അതായത് റൈറ്റ് ലെഫ്റ്റ് ആങ്കിൾ BP, അതേപോലെ വൈബ്രേഷൻ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഡയബറ്റിക് പീപ്പിളിന് ഒരു പ്രമീഡ് വരക്കും. ആ പ്രമീഡില് മേലിലത്തെ ഒരു ഇത് നോക്കുമ്പോ ഡയറ്റ്, രണ്ടാമത്തെ നോക്കുമ്പോ എക്സസൈസ്, തേർഡ് നോക്കുമ്പോ മെഡിസിൻ. ഈ മേലിലും ഈ ഇപ്പുറത്തും ഉള്ളത് കറക്റ്റ് ആക്കി കൊടുക്കാനുള്ള കാര്യം ആദ്യം ആ ഒരു പേഷ്യൻസിന് ആ പീപ്പിളിന് പറഞ്ഞു കൊടുക്കും. ഇത് രണ്ടും കറക്റ്റ് സ്റ്റാർട്ടിങ്ങിലും അത് രണ്ടും പറ്റൂല. കാരണം അവർ എൻറ്റർ ആവുന്നത് 300-400 ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിൽ വരുമ്പോ ആ ഡയറ്റും എക്സസൈസും പറ്റൂല. മൂന്നാമത്തത് മെഡിസിനിൽ പോകണം. ഡയബറ്റിക് എന്ന് പറയുന്നത് ആ പ്രമീഡ് പോലെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് മെഡിസിൻ ഇല്ലാതെ യൂട്ടേൺ എടുക്കാൻ സാധിക്കില്ല. സോ അതിനായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഉള്ള കാര്യങ്ങൾ അവയർനെസ് കൊടുത്തിട്ട് പിന്നെ മെഡിസിനിൽ എൻറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അത് നോർമലിലേക്ക് വന്ന ശേഷം എങ്ങനെയാണ് ഡയബറ്റിക്കിനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുപോകണം എന്ന കാര്യം A to Z പറഞ്ഞു കൊടുക്കും. സോ ഇതാണ് മോർണിംഗത്തെ പാർട്ട് എന്റെ ഒരു ജോലി. പിന്നെ രണ്ടാമത്തെ പാർട്ട് നോക്കുമ്പോ
ഞാൻ വർക്ക് ചെയ്തത് ഡ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റാ. മോർണിംഗ് ഡയബറ്റിക് എഡ്യൂക്കേറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. താങ്ക് യു. അപ്പോ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ എൻ്റർ ആവും. എങ്ങനെയാന്ന് വെച്ചാ റൊട്ടീൻ റെഗുലർ പേഷ്യൻസ് വരും. അപ്പോ അവർക്ക് എൻ്റെ ഒരു പാർട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് വെച്ചാൽ ഡ്രസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുശേഷം റൊട്ടീൻ വരണവർക്ക് എന്തു പറഞ്ഞാലും അവിടെ കേൾക്കും. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് അവരെന്ത് ചെയ്യണോ ആ റൊട്ടീനിലേക്ക് പോകും. അപ്പോ എവറി മന്ത് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഡയബറ്റിക് പീപ്പിൾ മീറ്റ് ചെയ്യുമ്പോൾ 3 മാസം 6 മാസത്തിന് മെഡിസിൻ ഇവിടെ കൊടുക്കുന്നതിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എവറി മന്ത് വരണം, എവറി മന്ത് വിസിറ്റ് വരണം. അത് 1-ാം തീയതി വരുവാണെങ്കിൽ നെക്സ്റ്റ് മന്ത് 1-ാം തീയതി, 2-ാം തീയതി ആകുമ്പോൾ സെക്കൻഡ്. അപ്പോൾ ആ ഡേറ്റിൽ കൊടുത്ത ഡേറ്റിൽ കറക്റ്റ് 30 ഡേയ്സ് മാത്രമേ മെഡിസിൻ അല്ലെങ്കിൽ ഇൻസുലിൻ അങ്ങനെ ആയിരിക്കും. സോ എന്ത് പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. 200, 300, 400 HbA1c നോക്കുമ്പോൾ 10, 12 ആവും. എന്ത് മെഡിസിൻ എടുത്താൽ അവരുടെ കോൺസെപ്റ്റ് മെഡിസിൻ എടുത്താൽ ഡയബറ്റിക് കൺട്രോൾ ആവും, നോർമൽ ആവും. പക്ഷെ ഒരു സൈഡ് മെഡിസിനും ഒരു സൈഡും അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്, എന്തെല്ലാം കഴിച്ചാൽ ഷുഗർ കൂടുക അത് മാത്രമേ ചെയ്തിട്ട് വരുള്ളൂ. അപ്പൊ നോക്കുമ്പോൾ ചെറുതായിട്ട് കാലിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് മേജറിലേക്ക് എൻ്റർ ആവും. അപ്പോ ഏകദേശം പെർ ഡേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഒരു 8 to 10 ഡ്രസ്സിങ് ആയിരിക്കും. അപ്പോ അതിൽ പോയി നോക്കുമ്പോ കാൽ ചെറുതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ആവും. അതിൽ തൊട്ട് ഫുള്ളും വിരൽ അഫക്റ്റ് ആവും. 1-ാമത്തെ അഫക്റ്റ് ആവും, 2, 3, പിന്നെ നോക്കുമ്പോ വിരൽ മൊത്തം ഉണ്ടാവില്ല, പിന്നെ ഇവിടെ വരെ, പിന്നെ കാല്. ഈ റേഞ്ചാണ്. ഞാൻ ഒരു 7 വർഷം അത് കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. ബട്ട് എന്തു പറഞ്ഞാലും അവരുടെ അടുത്ത് അവയർനെസ് ഇല്ല. അപ്പോ എല്ലാ അവയർനെസ്സും കൊടുക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. എന്ത് പറഞ്ഞാലും അത് കേട്ടിട്ട് അപ്ലൈ ചെയ്താലേ അതിനായിട്ടുള്ള റിസൾട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോ ആ 7 വർഷം ജേർണിയിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു എന്താ പറയാ ഈ ഒരു ന്യൂട്രീഷനിൽ വന്നിട്ട് ഞാൻ ഈ ഒരു ഫുഡില് ഒരു ഡയബറ്റിക് പീപ്പിളിനെ കൊടുത്തപ്പോ എനിക്ക് അന്ന് ആ ജോലിയിൽ ചെയ്തപ്പോ ഭയങ്കര ഹാപ്പി ഉണ്ടാവും. കാരണം ഒരാൾക്ക് നല്ല സ്നേഹത്തോടു കൂടി എനിക്ക് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ അന്നത്തെ എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ടാവും. ഇവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഞാൻ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്നുള്ള ഒരു ഇതുണ്ടാവും. സോ ഇതിൽ വന്ന ശേഷം ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ന്യൂട്രീഷൻ കൊടുത്തപ്പോ ഞാൻ അത് ലാസ്റ്റ് പിക്ചറായിട്ട് കാണിക്കാം. ജസ്റ്റ് കാണിച്ചിട്ട് എടുക്കോട്ടെ, കാരണം ഇതില് മെഡിക്ലെയിം ആവരുത്. അപ്പോ ഈ ഒരു ന്യൂട്രീഷൻ കൊടുത്തിട്ട് അവരെ നല്ല രീതിക്ക് ഒരു ഇൽനെസ്സിൽ നിന്നും ഒരു വെൽനെസ്സിലേക്ക് എങ്ങനെ ഒരു ന്യൂട്രീഷൻ ഫുഡ് അവർക്ക് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോണത്. അതിനു മുന്നേ ഈ ഒരു ഡയബറ്റിക്കില് എങ്ങനെയാണ് നമുക്ക് ബോഡിയിൽ 2 രീതിക്ക് ഡയബറ്റിക് എന്ന് പറയുമ്പോൾ ടോട്ടൽ ബാധിക്കും. അതിൽ ഇന്ന് ഞാൻ ഒരു പാർട്ട് ഡയബറ്റിക് ഫുഡ് കെയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ആ ഡയബറ്റിക് ഫുഡ് കെയറിൽ പ്രശ്നം വരുവാണെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് കൺട്രോൾ ഇല്ലെങ്കിൽ അത് ബാധിക്കും. അത് 2 രീതിക്ക് ബാധിക്കും. ഒന്ന് കാൽ നരമ്പിനെ ബാധിക്കും, രണ്ടാമത്തത് അതായത് ബ്ലഡ് വെസൽസിനെ ബാധിക്കും. സോ അത് നരമ്പിനെ ബാധിക്കുകയാണെങ്കിലോ ഡയബറ്റിക് കൺട്രോൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവണം? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു ബിലോ 100ഉം PPBS ബിലോ 140 ഉണ്ടാവണം. ഈ റേഞ്ചിൽ ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ 3 month ആവറേജ്, കാരണം ഇന്നത്തെ ഫുഡല്ല നാളത്തെ ഫുഡ്, നാളത്തെ ഫുഡല്ല മറ്റന്നാൾ ഫുഡ്. അപ്പൊ നമുക്ക് ആവറേജും കൂടി നോക്കണം. സോ ആ ആവറേജ് 6 ബിലോ ഉണ്ടെങ്കിൽ ഉള്ളില് ആർഗൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പർ ആൻഡ് ഹെൽത്തി ആയിട്ടുണ്ടാവും. അപ്പോ ബ്ലഡ് ഷുഗർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് കുറവായിരിക്കും, PPBS നോക്കുമ്പോൾ 300, 350 ഉണ്ടാവും. മെഡിസിൻ ഇൻസുലിൻ എന്തെങ്കിലും കഴിച്ച് നോക്കുമ്പോൾ ഒരു 3 hours കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ താല വരും. പിന്നെ നെക്സ്റ്റ് നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് കുറവ്, PPBS കൂടുതൽ, മെഡിസിൻ എടുക്കുമ്പോൾ തല. എന്നും ഗ്ലൈസിമിക് വേരിയബിലിറ്റി വരാൻ പാടില്ല. ഇങ്ങനെ രാവിലെ കുറവും ഉച്ചക്ക് കയറും, പിന്നെ കുറയും, പിന്നെ കയറും. ഇങ്ങനെ ആകുമ്പോൾ ഗ്ലൈസിമിക് വേരിയബിലിറ്റി ജിഗ് ജാഗ് വരരുത്. എപ്പോഴും നമുക്ക് പറയുന്ന പോലെ ബാലൻസ് ഈറ്റിംഗ് ഹാബിറ്റ്സ് പറയുന്ന പോലെ
ബാലൻസ്ഡ് ആയിട്ടിരിക്കും നമ്മളുടെ ഗ്ലൈസെമിക് ലെവൽ. സോ ആ ബാലൻസ് ലെവലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫാസ്റ്റിങ്ങും BP ബ്ലഡ് ഷുഗറും HbA1c ഇത് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവും. അതേപോലെ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂടുന്തോറും ഉള്ളില് കൊളസ്ട്രോൾ ലെവലും ഇൻക്രീസ് ആവും. അപ്പോ നമ്മളുടെ സാറ് പറയുന്ന പോലെ ഡയബറ്റിക് സ്റ്റാർട്ടായി അതിന്റെ ചേട്ടനാണെങ്കിൽ എല്ലാം കൂടി വരും. അപ്പോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ളതെല്ലാം വരും. അപ്പോ കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിയിൽ കറക്റ്റ് ആക്കി വെക്കണം. ഇവിടെ നോക്കുമ്പോ എന്തു പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ മാത്രം ചെക്ക് ചെയ്യുന്നുണ്ട്, ഒന്നല്ല 5 കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ എപ്പോഴും നോക്കണം. അപ്പൊ ടോട്ടൽ കൊളസ്ട്രോൾ പെർഫെക്റ്റ് 200 ബിലോ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ഞാൻ അവിടെ വർക്ക് ചെയ്ത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ ഇതൊരു അവയർനെസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഇനിയും ഈ ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിലോ പ്രശ്നമില്ലാതെ കൊണ്ടുപോകും. അത് കാരണമാണ് ഈ റേഞ്ച് ഒക്കെ നിങ്ങളോട് പറയുന്നത്. സോ ട്രൈഗ്ലിസറൈഡ് നോക്കുമ്പോൾ ബിലോ 150 മെയിൻറ്റെയിൻ ചെയ്യണം. HDL ഇതാണ് ഗുഡ് കൊളസ്ട്രോൾ. ഈ ഗുഡ് കൊളസ്ട്രോൾ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ലേഡീസ് ആണെങ്കിലും 50 എബോവ് മെയിൻറ്റെയിൻ ചെയ്യണം, ജെന്റ്സ് ആണെങ്കിലും 40 എബോവ് മെയിൻറ്റെയിൻ ചെയ്യണം. LDL വെരി ഇമ്പോർട്ടന്റ് ആണ്, ബിലോ 100 വെക്കണം. ഈ രീതിക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് എല്ലാ ഭാഗത്തും സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നരമ്പ് ബാധിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്ലൈസെമിക് വേരിയബിലിറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് വൺ നമ്മളുടെ ശരീരത്തിൽ കാലിൽ നരമ്പ് ബാധിക്കും. സോ ബാധിക്കുമ്പോൾ ഉള്ള സിംറ്റംസ് ആണ് അത്. നിങ്ങൾക്ക് പറയുമ്പോൾ അത് ചെറുതായിട്ടുണ്ടാവും, സിമ്പിൾ ആയിട്ട് എടുക്കും. ആ സിമ്പിൾ ആണ് മേജറിലേക്ക് പോകുന്നത്, മൈനർ ടു മേജർ. അപ്പൊ മൈനർ കറക്റ്റ് ചെയ്ത മേജർ എൻറ്റർ ആകാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. സോ നരമ്പ് ബാധിക്കുമ്പോൾ നമുക്ക് ആദ്യം പെയിൻ സ്റ്റാർട്ട് ആവും. കാലിൽ സാർ പിക്ചർ ഇടണം കേട്ടോ. കാൽ നരമ്പ് ബാധിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അതേപോലെ ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയും. എനിക്കത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ അത് എങ്ങനെയാ പറയണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ചെറിയ കുട്ടി, ജനിച്ച കുട്ടി 1 വയസ്സാകുമ്പോൾ നടക്കുമ്പോ കാൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോ കാൽ വെക്കാൻ പറ്റാതെ ഒരു എന്താ പറയാ ഇക്ലി പോലെ ചെയ്യില്ലേ, അതാണ് ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോ നല്ല വേദന ഉണ്ടാവും. ആ ടിംഗ്ലിംഗ് സെഷൻ കാൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു പീപ്പിൾ അങ്ങനെ ആയിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ബേണിങ്, കാൽ പുകച്ചിലുണ്ടാവും. ഓരോരുത്തർ ഡയബറ്റിക് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നോൺ ഡയബറ്റിക് ഉണ്ടെങ്കിൽ ഡയബറ്റിക് എൻറ്റർ ആവാതെ എങ്ങനെ യൂട്ടേൺ എടുക്കണം, എൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഫോളോ അപ്സ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ലൈവായിട്ട് ഒരു 7 വർഷം അതിന്റെ ഉള്ളിൽ വന്നത് കൊണ്ടാണ്. ഡയബറ്റിന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും, പക്ഷെ ഇതിലുള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് എനിക്ക് ഇതിൽ നിന്ന് നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ബേണിംഗ് സെൻസേഷൻ, അതായത് പുകച്ചൽ, എന്ത് ചെയ്താലും നല്ല പുകച്ചൽ ഉണ്ടാവും. അതേപോലെ നല്ല രീതിക്ക് പെയിൻ ഇൻക്രീസ് ആവും. ലാസ്റ്റ് നംനെസ് ഉണ്ടാവും. ഇതാണ് നമുക്ക് നരമ്പ് ഡാമേജ് ആവുമ്പോൾ കാണിക്കുന്ന ഒരു സിംറ്റംസ്. ഇത് നിങ്ങൾ സാധാരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സാധാരണ തന്നെയാണ്. സോ ഇത് ഡയബറ്റിക് ഉള്ളവർ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്ന പിക്ചർ പോലെ ആവാതെ യൂട്ടേൺ എടുക്കാൻ പറ്റും. അപ്പോൾ കാലിൽ ലൈറ്റ് ആയിട്ട് പെയിൻ ഉണ്ട്, ഈ സെൻസേഷൻ ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ട്, അല്ല പുകച്ചിലുണ്ട്, വേദന തൊടുമ്പോൾ തന്നെ ആളുകൾ പറയും അയ്യോ തൊടണ്ട, എനിക്ക് ഭയങ്കര വേദന പറയും. പിടിച്ചാൽ പോലും പറയും അയ്യോ പിടിക്കും, ഇങ്ങനെ പിടിക്കും. നമ്മൾ ലൈറ്റ് ആയിട്ട് പിടിക്കുള്ളൂ, പക്ഷെ നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു പെയിൻ ഉണ്ടാവും. ലാസ്റ്റ് ഉണർച്ച ഇല്ലാതെയാവും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നരമ്പ് ബാധിക്കുമ്പോൾ ഉള്ള സ്റ്റെപ്സ്. ഇതിനി നമുക്ക് കറക്റ്റ് ആയിട്ട് ഷുഗർ കൺട്രോളിൽ ഉണ്ടെങ്കിൽ ഈ ബാധിപ്പ് വരില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അത് കറക്റ്റ് ആക്കാത്തത് കൊണ്ട് മെഡിസിനും പ്രോപ്പർ ഉണ്ടാവില്ല, ഇൻസുലിൻ ഉണ്ടെങ്കിൽ അതും പ്രോപ്പർ ഉണ്ടാവില്ല, ഭക്ഷണ രീതി ഒന്നുമില്ല. അപ്പോ അടുത്ത സ്റ്റെപ്പാണ് എന്ത് പറയാം, ബ്ലഡ് വെസൽസിനെ ബാധിക്കും, ഫ്ലോ ബാധിക്കും. അപ്പൊ ബ്ലഡ് വെസൽസ് കാലിൽ മാത്രമല്ല, ഡയബറ്റിക് ആണെങ്കിൽ ബ്ലഡ് വെസൽസ് ആണെങ്കിൽ ബോഡി മൊത്തത്തിൽ ബാധിക്കും. സോ അത് ഇവിടെ പോയാൽ സ്ട്രോക്ക്, ഇവിടെ വരുമ്പോ അറ്റാക്ക്, കിഡ്നി പോകുമ്പോ കിഡ്നി പ്രോബ്ലം, കാലിൽ വരുമ്പോ അവിടെ പ്രശ്നം. അപ്പൊ ബ്ലഡ് വെസൽസിനെ ബാധിക്കുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറയും. അപ്പൊ ബ്ലഡ് വെസൽസ് അവിടെ തിക്നെസ് ആവും. അപ്പൊ എന്തായും കൊളസ്ട്രോൾ അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പൊ അവിടെ ആത്രോക്ലോറോസിസ് എന്ന് പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കും. ആ ക്ലോട്ട് അവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും സംഭവിക്കും. കറക്റ്റ് ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും കാലില് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്യൂർ ആക്കാൻ പറ്റും. അപ്പൊ നോക്കുമ്പോ ഡയബറ്റിക് പീപ്പിൾ സെക്കൻഡ്, അതായത് നെർവ്സ് അല്ലാതെ വെസൽസ് ബാധിക്കുമ്പോൾ
കാൽ വീക്ക് ഉണ്ടാവും. ഡയബറ്റിക് പീപ്പിളിൽ നോക്കുമ്പോൾ നല്ല ഈ മുട്ട് ഈ സൈഡിലും പാദം ലെഗ് ആങ്കിള് നല്ല നീര് പോലെ വീക്ക് ഉണ്ടാവും. അപ്പോ വിരലില് വീക്ക് ഉണ്ടാവും, കാലില് വീക്ക് ഉണ്ടാവും, ശ്രദ്ധിക്കണം. അടുത്ത് നോക്കുമ്പോ നംനസ് ഇൻ ദി ടോസ്, വിരല് തൊട്ടാൽ പോലും അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതേപോലെ പെയിൻ നോക്കുമ്പോ എല്ലാ സ്ഥലത്തും സഹിക്കാൻ പറ്റൂല, ബോഡിയിലും ശരി കാലിലും ശരി. ലാക്ക് ഓഫ് ഫീലിംഗ് ഇൻ ദി ഫീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവും. ലാസ്റ്റ് നോക്കുമ്പോൾ വൂണ്ട് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അൾസർ ആയിട്ടുണ്ടെങ്കിൽ അത് ക്യൂർ ആക്കാൻ പറ്റാത്തൊരു അവസ്ഥ. നമുക്ക് ഒരു കൃഷിയിൽ വെള്ളം കറക്റ്റ് ആയിട്ട് പോയാലല്ലേ ആ കൃഷി നല്ല രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. സോ ആ കൃഷിക്ക് വെള്ളം കറക്റ്റ് പോവില്ല. അപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃഷിയിൽ ആ ചെടി എങ്ങനെയാ വരും? അതേപോലെ തന്നെയാണ് നമ്മളെ ബ്ലഡ് വെസൽസ് ബാധിക്കുമ്പോൾ എല്ലാ ഭാഗത്തും പോണ ഒരു സർക്കുലേഷൻ ബ്ലോക്ക് ആവുമ്പോ അത് കാലിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഊണ്ട് ഹീൽ ആകാൻ എന്തെങ്കിലും ഹീൽ ആവണമെങ്കിലോ ലേറ്റ് ആവും, ഇല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ കൂടി എടുക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇപ്പൊ പൊതുവെ നോക്കുമ്പോ ഞാൻ അവിടെ നേരിട്ടത് എന്താന്ന് വെച്ചാ, ഇപ്പൊ തമിഴ്നാട് സൈഡിൽ നോക്കുമ്പോ അമ്പലത്തിൽ പോകുമ്പോ മാക്സിമം എത്ര ദൂരം ഉണ്ടെങ്കിലും ചെരുപ്പിടാതെ പോകും. ഈ ഡയബറ്റിക് ഉള്ളവർ, നരമ്പും പിന്നെ വെസൽസ് ബാധിച്ചിട്ടുള്ളവർക്ക് ഉണർച്ചകൾ അറിയില്ല. അപ്പൊ ചൂടില് കാല് വെയിലിൽ പോകുമ്പോ ചെറുതായിട്ട് പാദത്തിൽ നോക്കുമ്പോ ചെറിയ ബബിൾ ഉണ്ടാവും. സോ ആ ബബിൾ എന്ത് ചെയ്യും, അവരെ പൊട്ടിച്ചിട്ട് അത് അങ്ങനെ തന്നെ വിടും. ലാസ്റ്റ് നോക്കുമ്പോ പാദം മൊത്തം അടിയില് സ്കിന്ന് തൊളി പോയിട്ടുണ്ടാവും. അപ്പൊ വന്ന് കാണിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. മേജർ ആയിട്ട് എന്തെങ്കിലും ഇൻസുലിൻ കൂട്ടും, ആന്റിബയോട്ടിക് എടുക്കും, ഡ്രസ്സിങ് ചെയ്യും. പക്ഷെ നടക്കാൻ പറ്റാതെ ആ വൈഫിയുടെ സഹായത്തോട് കൂടി ഒരു കാല് പൊക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾക്ക് നംനസ് ഉണർച്ച ഇല്ലാതാവുമ്പോ ടൂ വീലറിലൊക്കെ അതും നേരിട്ടതാണ്. ടൂ വീലറിൽ ബാക്കിൽ ഇരുന്നിട്ട് പോവും, ഉണർച്ച ഉണ്ടെങ്കിലേ കാലിൽ ചെരുപ്പ് പൂർണ്ണത അറിയും. അപ്പൊ ചെരുപ്പ് പൂർണ്ണത അറിയാതെ ആളുകള് സൈലൻസറിൽ കാല് വെക്കും. അപ്പോ വെച്ചിട്ട് അവർക്ക് ഉണർച്ച ഇല്ലാത്തത് കൊണ്ട് അറിയില്ല, ഫ്രണ്ടിൽ ഓടിക്കുന്നവരാണ്, എന്തോ സ്കിന്ന് കറിഞ്ഞ സ്മെല്ല് പറഞ്ഞിട്ടുണ്ടെന്നോ നിർത്തി നോക്കുമ്പോഴാണ് ബാക്കിലുള്ള ആൾക്ക് കാലടി മൊത്തം എല്ല് വരെ ദശ ഇതായിട്ടുള്ളത് അറിയുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അത് ഒരിക്കലും നമുക്ക് ബാക്കിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളുടെ ഡയബറ്റിക് ലെവൽ ഈ പ്രശ്നം നരമ്പും ബ്ലഡ് വെസൽസും ബാധിക്കാതിരിക്കണമെങ്കിലോ മേജർ പാർട്ട് നമ്മളുടെ ഗ്ലൈസിമിക് ലെവല് വേരിയബിലിറ്റി ഇല്ലാതെ ബാലൻസ് ആക്കി കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ നരമ്പും ബാധിക്കില്ല, വെസൽസും ബാധിക്കില്ല, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ അതില് ഒരു മിനിറ്റ് സാർ, അത് ഒന്ന് ബാക്കിൽ പറഞ്ഞോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതില് എൻ്റെ ഒരു റിലേറ്റീവ്, ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം പറയാം. 2012 എൻട്രായി, അല്ല 10 എൻട്രായി വരുമ്പോൾ തന്നെ 700 ബ്ലഡ് ഷുഗർ. ആ 700 അവർക്ക് എങ്ങനെയാ സിംറ്റംസ് എന്ന് വെച്ചാൽ എപ്പോഴും യൂറിൻ പോണ സിംറ്റംസ്, വിശപ്പും വെള്ളം ദാഹം എടുക്കുന്നതും ക്ഷീണം, ആള് ടോട്ടല് വെയിറ്റ് ലോസ് ആയി. ടൈപ്പ് 1 ഡയബറ്റിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പോയി, കാരണം അവർക്ക് ഉണ്ടായിരിക്കും, അവർ അറിയാത്തത് കൊണ്ട്. ടൈപ്പ് 1 എൻറ്റർ ആയി ഈവനിങ് സമയത്ത് ഒരു 6 മണിക്ക് വരുമ്പോൾ 760 ആണ് ബ്ലഡ് ഷുഗർ, റാൻഡമാ. അപ്പൊ തന്നെ എമർജൻസി ആയിട്ട് കെയർ എടുത്ത് എല്ലാം ചെയ്ത് കറക്റ്റ് ഒരു മന്തില് അവരുടെ ഗ്ലൈസമിക് കൺട്രോൾ ചെയ്ത് ആള് 2 വർഷം പ്രോപ്പർ ആയിട്ട് പോയായിരുന്നു. പിന്നെ എന്തായി, ആള് അതിനുശേഷം ഷുഗർ നോക്കിയിട്ടില്ല, ചെക്ക് ചെയ്തിട്ടില്ല, മെഡിസിൻ ഒന്നുമില്ല. ലാസ്റ്റ് ഒരു 6-8 വർഷം ആയ ശേഷം കാലില് കൃഷി ബാക്ക്ഗ്രൗണ്ട് ആണ്, കൃഷിയിൽ ജോലി ചെയ്തപ്പോ ചെറുതായിട്ട് ഒരു ഇത് മാത്രം കാലിൽ കൊണ്ട് ആളത് ശ്രദ്ധിക്കാതെ വിറ്റപ്പോ ഫുള്ളും ഇൻഫെക്ഷൻ ആയി. ഒരു ടോ എടുത്തു, രണ്ടാമത്തെ വിരലെടുത്തു, 4 വിരലെടുത്ത്, പാദം എടുത്ത്, ഫുള്ളും എന്താ പറയാ മുട്ടിന് മേലിൽ വരെ എടുത്ത് വിത്തിൻ 1 മന്തിലാ. ഈ ഡയബറ്റിക്കിന് ബാധിക്കുന്നത് ഒരു ബാക്ടീരിയ വൈറസ് കാലിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിലോ വിത്തിൻ അവേഴ്സ്, വിത്തിൻ ഡേയ്സ്, ഇത്രയാണ്. അവേഴ്സിലും ഡേയ്സിലും ബാധിക്കുന്നതാണ്, വർഷങ്ങളോളല്ല. നമുക്ക് വൺസ് ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ ബാധിക്കുന്നതാണ് ഡയബറ്റിക്. അപ്പോ തുടവര എടുത്തിട്ടുണ്ട് ഒരു കാല്. അപ്പൊ വൈഫ് ആ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റും, മക്കൾ വേറെ വേറെ സ്ഥലത്ത്, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ലേഡിക്ക് എന്തോ BP ഹൈ ആയി, തലയിൽ നരമ്പ് പൊട്ടിയിട്ട് അവര് കോമ സ്റ്റേജില്ല. രണ്ടുപേരും ക്യൂറാക്കി പല ലക്ഷങ്ങൾ ചെലവാക്കി. ആ ലേഡിയുടെ അമ്മ ലേഡീനെ നോക്കണുണ്ട്, ആ ജെൻസിന്റെ അമ്മ ജെൻസിനെ നോക്കണുണ്ട്. ലാസ്റ്റ് 1 മന്തിൽ രണ്ടുപേരും കൂടി മരിച്ചു.
അപ്പൊ മര്യാദക്ക് ഷുഗർ 1000 വട്ടം പറഞ്ഞതാ, ഇത് നിങ്ങൾ ലൈഫ് ലോങ് മര്യാദക്ക് ഡയബറ്റിക് കൺട്രോൾ ചെയ്യണം, ഇതിന്റെ അവയർനെസ് വേണമെന്ന് അയാളോട് പറഞ്ഞപ്പോ കേട്ടിട്ടില്ല. ലാസ്റ്റ് ഫാമിലി 2 പേര്, ഒരാൾക്ക് പ്രശ്നം വന്ന് അയാളുടെ പ്രശ്നം പേടിക്ക് ബാധിച്ചു, മെന്റലി ഫിസിക്കലി 2 പേരും കൂടി ലാസ്റ്റ് ഇയർ മരിച്ചു. അപ്പൊ അതാണ് പറയുന്നത്, ഡയബറ്റിക്കില് ചെറുതായിട്ട് തുടങ്ങി മേജറിലേക്ക് പോകുന്നത്. അപ്പോ നമുക്ക് മേജർ ഫണ്ടമെന്റൽ എവിടെ പോയാലും ഷുഗർ കൺട്രോൾ ചെയ്യാതെ ഒരു പരിപാടി നടക്കില്ല ഹെൽത്തില്. ഓക്കെ, ശരി. ഇപ്പോ ഞാൻ പറഞ്ഞു അതിനായിട്ടുള്ള നരമ്പ് ബാധിക്കും, ബ്ലഡ് വെസൽസ് ബാധിക്കുമെന്ന് അല്ലെ. നെക്സ്റ്റ്, ഈ ബാധിപ്പ് വൺസ് വന്നിട്ടുണ്ടെങ്കിലോ അതില് യൂട്ടേൺ എടുക്കാൻ പറ്റില്ല. ബട്ട് ബാധിച്ചത് തന്നെയാണ്. നമ്മളെ കൊണ്ട് അത് പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിനു മുന്നേ ഇതുപോലെ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടാവും, ഇതുപോലെ നരമ്പോ മസൽസോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൺട്രോളിൽ വെച്ചിട്ട് ലൈഫ് ലോങ് പ്രശ്നമില്ലാതെ കൊണ്ടുപോകും. അത് എങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത് നിങ്ങൾക്ക് അതിനായിട്ടുള്ള പ്രവൻഷൻ ആണ് നിങ്ങളോട് പറയണത്. സാർ പിക്ചർ ഷെയർ ചെയ്യണോട്ടാ. നെക്സ്റ്റ് പിക്ചർ ആണ്. ഇപ്പോ കാലിന് വിഷ്വൽ എക്സാമിനേഷൻ ഡെയിലി ബേസിൽ നമ്മളുടെ കാലിന് ഒരു കുട്ടീനെ എത്രത്തോളം, ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം തന്നെ നിങ്ങൾ ഇപ്പോ ഷെയർ ചെയ്യുന്നതെല്ലാം പിക്ചറും ഒരു പേഷ്യൻസ് വരുമ്പോ അവിടെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഞാൻ ഇവിടെ ഇപ്പോ പറയുന്നത്. ഓക്കെ, ഡെയിലിയും ഈ കണ്ണാടി വെച്ചിട്ട് ജസ്റ്റ് ഫിഷിക് എന്താ പറയാ, എല്ലാം തന്നെ കാണിച്ചു കൊടുത്തിട്ടാണ് പറയുന്നത്. കണ്ണാടി വെച്ചിട്ട് നമ്മളുടെ കാലിനെ ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്യണം, നോക്കണം. നമ്മളെ കൊണ്ട് നോക്കിയാൽ പറ്റൂല. അപ്പൊ ഒരു കണ്ണാടി വെച്ചിട്ട് അടിയിൽ പാദം നോക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, നമ്മളെ വിരലിന്റെ ഇടയ്ക്ക് എങ്ങനെയുണ്ട്, ഇതെല്ലാം ഒരു കണ്ണാടി വെച്ചിട്ട് പ്രാക്ടിക്കലായും തിയററ്റിക്കലായും രണ്ടും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോ ഡെയിലി നമ്മളുടെ കാലിന് ഡയബറ്റിക് ഉള്ളവര് മസ്റ്റ് ഒരു കുഞ്ഞിനെ എങ്ങനെ ശ്രദ്ധിക്കുവോ അതേപോലെ കാലിന് ഡെയിലി രാവിലെ എണീറ്റ് നമ്മള് മുഖം നോക്കുന്നുണ്ട്, വാഷ് ചെയ്യുന്നുണ്ട്, ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, പൗഡർ അടിക്കുന്നുണ്ട്, പൊട്ടി തൊടുന്നുണ്ട്, തലവാറിന് എത്രത്തോളം നമ്മളുടെ ഫേസിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണ കാലിന് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. എത്രത്തോളം നമ്മളെ ഫേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും 100 മടങ്ങ് എല്ലാ ഭാഗത്തും കൊണ്ടുപോകണ കാലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് സർ. നമ്മൾ ഡെയിലി കുളിക്കുന്നുണ്ട്, 2 നേരം കുളിക്കുന്നുണ്ട്, കാലിന് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിക്കട്ടെ, എല്ലാ ദിവസവും എന്റെ കാലിന് നമ്മൾ നീറ്റായിട്ട് വെക്കുമ്പോഴാണ്, കാലാണ് നമ്മളുടെ ബോഡീനെ എല്ലാത്തിലും നീറ്റായിട്ട് കൊണ്ടുപോകുന്നത്. സോ രാവിലെ ഒരു വട്ടം വൈകിട്ട് ഒരു വട്ടം നല്ല രീതിക്ക് സോപ്പ് ഇട്ടിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്തിട്ട് അവിടെ ക്ലീനിങ് ആയിട്ടുണ്ടാവും. വിരലിന്റെ ഇടയ്ക്ക്, പാദം, മേലില്, സൈഡില് നമുക്ക് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നീറ്റായിട്ട് നമുക്ക് എന്താ പറയാ വാഷ് ചെയ്തിട്ട് ടവൽ വെച്ചിട്ട് തുടക്കണം. ടവൽ വെച്ച് തുടക്കാന്ന് വെച്ചാൽ ഏത് ടവൽ വേണമെങ്കിലും തുടക്കരുത്. ഡയബറ്റിക് ഉള്ളവര് എസ്പെഷ്യലി വൈറ്റ് ടവൽ ആണ് യൂസ് ചെയ്യേണ്ടത്. വൈറ്റ് ടവൽ എന്തുകൊണ്ടാ യൂസ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ, അവർക്ക് ചെറിയ ചെറിയ കുഞ്ഞു ബബിൾസ് അടിയിലേക്ക് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഉണർച്ചയില്ലെങ്കിൽ അത് എന്ത് നടന്നാലും നമുക്ക് അറിയില്ല. അപ്പൊ വൈറ്റ് ടവൽ വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുമ്പോ അവിടെ എന്തെങ്കിലും ഫ്ലൂയിഡോ ഇല്ല എന്തെങ്കിലും ബ്ലഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വൈറ്റ് ടവലിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് അതിൽ അറിയുമ്പോൾ മനസ്സിലാവും എന്തോ ഇവിടെ സംഭവം ഉണ്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കും. അത് കാരണം നീറ്റായിട്ട് രാവിലെ ഒരു വട്ടം, രാത്രി കിടക്കുമ്പോൾ ഒരു വട്ടം നീറ്റായിട്ട് കാൽ വാഷ് ചെയ്തിട്ട് അതേപോലെ നല്ല ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ സർ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നെയില് ഇപ്പൊ കാണുമ്പോ നെയിൽ കട്ട് ചെയ്യുന്ന രീതി ഈ രീതിക്കായിരിക്കണം. നമ്മളുടെ നെയിൽ എപ്പോഴും കേർവ് ആയിട്ടുണ്ടാവും, ഈ രീതിക്കാണ് നെയിലുള്ളത്. അപ്പൊ നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടാണ് ഈ രീതിക്ക് കട്ട് ചെയ്യും. ചില ആളുകള് എഡ്ജിൽ വെച്ചിട്ട് നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യും, ഇപ്പുറത്ത് കട്ട് ചെയ്യും, അപ്പുറത്ത് കട്ട് ചെയ്യും. ഡയബറ്റിക് ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി തീരെ കുറവാണ്. സോ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അവിടെ ചെറിയ മുറിവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ എൻട്രി പോയിന്റ് അവിടെയാണ് ഡയബറ്റിക് ഉള്ളവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ എൻട്രി പോയിന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. കാരണം നെയിൽ കട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യണം. എല്ലാ നെയിലും കയ്യിലായിക്കോട്ടെ കാലിലായിക്കോട്ടെ നെയില് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് അതേപോലെ വിടാൻ പാടില്ല. അവിടെ ബാക്ക് സൈഡിൽ അത് ഈ സ്മൂത്ത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കണം. ഫാസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ ഡയബറ്റിക് ഉള്ളവര് പെട്ടെന്ന് കാലിൽ ചെറുതായിട്ട് ഒരു ക്രാച്ച് നെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. അപ്പൊ അത് കാരണം നെയിൽ കട്ട് ചെയ്തിട്ട് ആ
ബാക്കിലുള്ള ഇത് വെച്ചിട്ട് സ്മൂത്തിങ് ചെയ്യണം. നല്ല രീതിക്ക് തേച്ച് നമുക്ക് കാലിൽ കൊണ്ടാൽ പോലും അവിടെ ഒരു ക്രാച്ച് ഇല്ലാത്ത രീതി ബ്ലേഡ് പോലെ ഉണ്ടാവും നമ്മളുടെ നെയിൽ. ആ നെയിൽ ഡയബറ്റിക് ഉള്ളവർക്ക് സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും. പെട്ടെന്ന് കീറിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ ചെയ്തിട്ടും കാലെടുത്തവർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണമാണ് ഇതുപോലെ സ്ലൈഡ് നിങ്ങളോട് കാണിക്കാനുള്ള കാരണം. അപ്പൊ നെയിൽ കട്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സർ, അടുത്ത പിക്ചർ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ഡയബറ്റിക് ഉള്ളവർക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും സ്കിന്ന് എന്താ പറയാ ഡയബറ്റിക് ഉള്ളവരുടെ ഈ വിരൽ ഇടുക്കുണ്ടല്ലോ സൈഡില്, ഇതെല്ലാം നമുക്ക് നോക്കണം. അതില് ഇപ്പോ ഈ റെയിനി സീസൺ ആവുമ്പോ നമ്മള് പുറത്ത് ഇറങ്ങുന്നുണ്ട്, മഴയിൽ കാല് കൊള്ളുന്നുണ്ട്, ഇല്ല ഷൂ ഇടുമ്പോ ഷൂവിലെ ഉള്ളില് നല്ല രീതിക്ക് വിയർക്കുന്നുണ്ട്. അപ്പോ സ്കിന്ന് ഭയങ്കര എന്താ പറയാ സ്മൂത്ത് ആയിട്ടുള്ളത് കൊണ്ട് ഈ മഴക്കാലത്ത് പുറത്തിറങ്ങി നടക്കുമ്പോ ഇവിടെ ഇടയ്ക്ക് എന്തെങ്കിലും ഊണ്ടാവും. കാലിന്റെ ഈ ഇടുക്കുകളിൽ എന്തെങ്കിലും ഊണ്ടുണ്ടാവും. ശ്രദ്ധിച്ചില്ലെങ്കിലോ ആ വിരല് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആയി താനെ ഇങ്ങനെ വീഴുന്ന രീതിക്ക് ആവും. അത്രയും ഇൻഫെക്ഷൻ പെട്ടെന്നാവും. അത് കാരണം ഡെയിലി ബേസിൽ വിരലിന്റെ ഇടുക്കുകളിൽ ഇങ്ങനെ നോക്കണം. എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അൾസർ ഉണ്ടോ, എന്തെങ്കിലും ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എല്ലാ വിരൽ നിങ്ങൾ ഇതെല്ലാം വേറെ നോക്കില്ല, എല്ലാം മസ്റ്റ് നോക്കണം. ഡയബറ്റിക് ഉള്ളവര് മസ്റ്റ് ഇത് ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാ വിരലിന്റെ രണ്ട് കാലിന്റെ വിരലിന്റെ സൈഡിൽ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഒരു TT എടുത്തിട്ട് ആന്റിബയോട്ടിക് എടുത്തിട്ട് അപ്പോ ഡയബറ്റിക് എന്തെങ്കിലും ഉണ്ടോ അത് പെട്ടെന്ന് കുറക്കണം. കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ യൂട്ടേൺ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ എല്ലാ വിരലിന്റെ സൈഡിലും നിങ്ങൾ മസ്റ്റ് ശ്രദ്ധിക്കണം. അതേപോലെ ഡ്രൈ സ്കിൻ ആയിട്ടിരിക്കും. ഡയബറ്റിക് ഉള്ളവർ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും കാലും കൈയും ബോഡിയും മൊത്തത്തില് ഡ്രൈ ആയിട്ടിരിക്കും. സോ ഇത് ബോഡിയിൽ പ്രശ്നമില്ല, അത് കാലിലുണ്ടെങ്കിൽ പ്രശ്നം. ഇപ്പൊ ഒരു കൃഷിക്ക് വെള്ളം കറക്റ്റ് രീതിക്ക് പോയിട്ടില്ലെങ്കിലോ ആ കൃഷിയിൽ ഇങ്ങനെ വിണ്ട് കീറും അല്ലെ, അതേപോലെ തന്നെ നെക്സ്റ്റ് പിക്ചർ സർ, കാലില് വിണ്ട് കീറും. അപ്പോൾ ഡെയിലി ബേസിൽ നമുക്ക് എന്തെങ്കിലും വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ രാവിലെ ഒരു വട്ടം നല്ല രീതിക്ക് തേച്ചു കൊടുക്കണം. വൈകിട്ട് കിടക്കുന്ന സമയത്ത് തേച്ചു കൊടുക്കണം. അതായത് ഓയില് എന്തെങ്കിലും മോയ്സ്ചറൈസിങ്ങോ അതിനേക്കാളും നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോ ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അടിയിൽ ചെറുതായിട്ട് വിണ്ട് കീറിയാൽ അവിടെ ബാക്ടീരിയ അഫക്റ്റ് ആവും. അപ്പൊ അത് നാം പറഞ്ഞ പോലെ അവേഴ്സിലും ഡേയ്സിലുമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കാരണം ഡ്രൈ സ്കിന്നും കയ്യിലും കാലിലും ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അങ്ങനത്തെ ഒരു ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വെളിച്ചെണ്ണ നല്ല രീതിക്ക് 2 നേരം പരട്ടി കൊടുക്കും. പരട്ടണമെന്ന് പറഞ്ഞിട്ട് നേരെ പരട്ടി തീറ്റി വീഴരുത്. ലൈറ്റ് ആയിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കാലിന് യാതൊരു വിന്റർ ഏത് സീസൺ ആണെങ്കിലും കാല് നീറ്റ് ആയിട്ടിരിക്കണം. ചെറുതായിട്ട് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവിടെ തൊട്ടാണ് നമുക്ക് പ്രശ്നം സ്റ്റാർട്ട് ആവുന്നത്. നെക്സ്റ്റ്, അതേപോലെ സോക്സ് നോക്കുമ്പോൾ നല്ല പ്രോപ്പർ ആയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള സോക്സ്, കോട്ടൺ സോക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. നൈലോൺ സോക്സ് വേറെ രീതിക്കുള്ള ക്ലോത്തിലുള്ള സോക്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ സ്കിന്ന് ഭയങ്കര ലേസ് ആയിട്ടുണ്ടാവും. അപ്പൊ എന്താവും, ആ ചൂട് കൊണ്ട് അവിടെ പൊള്ളൽ വരും, ബബില് വരും. സോ അങ്ങനെയും ബാധിച്ച് കാല് അവസ്ഥയില് ആയിട്ടുണ്ട്. എപ്പോഴും ഞാൻ അത് പറയാൻ പാടില്ല. ഞാൻ ഒരേ വർഷം അത് ഒരുപാട് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഡയബറ്റിക് ഉള്ളവര് മസ്റ്റ് സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ സോക്സ്, കോസ്റ്റ്ലി ആയിട്ടുള്ള സോക്സ് യൂസ് ചെയ്യണം. പക്ഷെ ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഇടുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാവണം, ടൈറ്റ് ആവാൻ പാടില്ല. കാരണം കാൽ വീക്കം ഉണ്ടാവും, ബ്ലഡ് വെസൽസും നരമ്പ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വീക്കം ഉണ്ടാവും. അത് കാരണം സോക്സ് നല്ല പ്രോപ്പർ സോക്സ് യൂസ് ചെയ്യും. ടൈറ്റും പാടില്ല, ലൂസും പാടില്ല, കറക്റ്റ് രീതിക്ക് ഉപയോഗിക്കണം. അടുത്ത് വെരി വെരി ഇമ്പോർട്ടന്റ് നമ്മളുടെ ഡയബറ്റിക് ഫുഡ് കെയർ ആണ്. അതായത് ഫുഡ് വെയർ, ചെരുപ്പ് എന്ന് പറയുമ്പോ സൂപ്പർ ആയിട്ടുള്ള ചെരുപ്പ് യൂസ് ചെയ്യണം. ഡയബറ്റിക് ഉള്ളവര് രാവിലെ ഒരിക്കലും ചെരുപ്പ് മേടിക്കാൻ പാടില്ല. ചെരുപ്പ് മേടിക്കേണ്ട ഒരു ടൈം വൈകിട്ടാണ്.
കാരണം രാവിലെ എണിക്കുന്നുണ്ട്, രാവിലെ ഒരു 10 മണി വരെ കാലിൽ വീക്കം ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മളെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് കാൽ വീക്കം വരും. അപ്പൊ എപ്പോ ചെരുപ്പ് മേടിക്കുമ്പോ ഡയബറ്റിക് ഉണ്ടെങ്കിൽ വൈകിട്ട് മേടിക്കണം. കാരണം രാവിലെ മേടിക്കുമ്പോ കാൽ വീക്കം വരുന്ന സമയത്ത് വൈകിട്ട് ടൈറ്റ് ആവും. ചെരുപ്പ് കടിച്ചിട്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അത് കാരണം ഫുട്വെയർ ഡയബറ്റിക് ഉള്ളവര് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെരുപ്പാണ് പറഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്, ബ്ലഡ് വെസൽസ് ബാധിച്ചിട്ടുള്ളവർക്ക്. അപ്പോ രാവിലെ ഒരിക്കലും ചെരുപ്പ് മേടിക്കണ്ട. മേടിക്കുമ്പോ ഡയബറ്റിക് ഉള്ളവർ വൈകിട്ട് മേടിക്കുമ്പോ നമുക്ക് രാവിലെ ആയാലും ലൂസ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വെൽക്രോ ടൈപ്പിലാണ് മേടിക്കേണ്ടത്. നമുക്ക് ഷൂകളെയോ ഒരേ രീതിക്ക് ഇടുന്ന പോലെ ചെയ്യരുത്. വെൽക്രോ ടൈപ്പ് ആണെങ്കിൽ ബാക്കിൽ കവർ ചെയ്തിരിക്കും, ഫ്രണ്ടിലും ഇങ്ങനെ നമുക്ക് ടൈറ്റ് ആകുമ്പോൾ ലൂസ് ആക്കാം, ലൂസ് ആകുമ്പോൾ ടൈറ്റ് ആക്കാം. അപ്പൊ നമ്മൾ ഇതിനെ അഡ്ജസ്റ്റബിൾ ചെയ്യുന്ന രീതിക്കാണ് ഫുട് വെയർ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിലും അവിടെ പറഞ്ഞു കൊടുക്കുക, അതിനായിട്ട് സെപ്പറേറ്റ് ടീം വരും. ഇങ്ങനത്തെ ബ്ലഡ് വെസൽസ് നരമ്പ് ബാധിച്ചിട്ടുള്ളവർക്ക് വന്നിട്ട് അളവ് എടുത്തിട്ട് പോയിട്ട് ഫുട് വെയർ റെഡിയാക്കി കൊടുക്കും. അപ്പൊ ബാക്കിൽ കവർ ചെയ്യണം. അപ്പോ ബാക്കിൽ എന്തുകൊണ്ടാ കവർ ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും നമുക്ക് അറിയാതെ ബാക്ക് സൈഡിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പൊ നമുക്ക് കവർ ചെയ്തിട്ടുണ്ടെങ്കിലോ ബാക്കിൽ എന്ത് സംഭവിച്ചിട്ടാലും നമുക്കത് കാലിൽ പ്രശ്നമില്ല. അതേപോലെ മേടിക്കുമ്പോൾ പറഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിൽ നീട്ടുണ്ടാവണം. നമ്മൾ പോണ ഫാസ്റ്റില് പെട്ടെന്ന് കാൽ എവിടെയെങ്കിലും തട്ടും അല്ലെ, തട്ടുമ്പോ വിരല് അടുത്തായിട്ടുണ്ടെങ്കിൽ വിരലിൽ മുട്ടും. അത് കാരണം ഡയബറ്റിക് പീപ്പിള് ചെരുപ്പ് ഫ്രണ്ടിൽ ഇച്ചിരി നീട്ടം വെച്ചിട്ട് വേണമെങ്കിലും അത് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ ബാക്കിൽ കവർ ചെയ്യണം, ഫ്രണ്ടിൽ കുറച്ച് നീട്ടം ഉണ്ടാവണം. നമുക്ക് ചെരുപ്പ് ഇരിക്കണ രീതിക്ക് ഉണ്ടാവണം, വിരല് കൊള്ളാൻ പാടില്ല. ചെരുപ്പ് കുറച്ച് നീട്ടത്തിൽ നമുക്ക് വെക്കണം. അടിയിൽ ഡബിൾ ലെയർ ഉണ്ടാവണം, അടിയിൽ ഹാർഡായിട്ടിരിക്കണം, കാല് വെക്കുന്ന സ്ഥലത്ത് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവണം. അപ്പൊ ഡബിൾ ലെയർ ഉണ്ടാവണം, വെൽക്രോ ടൈപ്പ് ഉണ്ടാവണം, ബാക്കിൽ കവർ ചെയ്യണം, ഫ്രണ്ടിൽ നീറ്റ് ഉണ്ടാവണം. ഷൂ ആണെങ്കിലോ പ്രോപ്പർ ഷൂ യൂസ് ചെയ്യണം. ഇതുപോലെ ഫുട്വെയർ ആണെങ്കിലോ വെൽക്രോ ടൈപ്പിൽ യൂസ് ചെയ്യണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഡയബറ്റിക് ഉള്ളവരുടെ ബ്ലഡ് വെസൽസും നരമ്പും ബാധിച്ചിട്ടുണ്ടെങ്കിലോ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഈ കാര്യം ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ മേജർ ആയിട്ട് ഇന്ന് അടുത്ത ആളുകളുടെ ഒരു സഹായത്തോടു കൂടി നമ്മള് ട്രാവൽ ആവണത്. സാറും പറയണ പോലെ മരിക്കണ വരെ ആരുടെ ഒരു സഹായം ഇല്ലാതെ തന്നെ നമ്മള് ഈ ലോകത്ത് നമ്മൾ പോകണം. അത് കാരണമാണ് പറയുന്നത് കാല് എപ്പോഴും നീറ്റായിട്ട് ഡെയിലി ബേസിൽ കണ്ണടിച്ച് അത് കിട്ടും എതിൽ കിട്ടും, നമുക്ക് ഫാൻസി സ്റ്റോറിൽ ചെറുതായിട്ട് കണ്ണടി കിട്ടും. അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കാലിൽ എന്തുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അതേപോലെ ഡെയിലി ബേസിൽ നീറ്റായിട്ട് വാഷ് ചെയ്യണം, വൈറ്റ് ടവൽ വെച്ച് തുടയ്ക്കണം എവറിഡേ. അതേപോലെ മോയ്സ്ചറൈസിങ് എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യണം. ഇടയ്ക്ക് വിരലിന്റെ ടോസിന്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന അത് നോക്കണം. അതേപോലെ പ്രോപ്പർ ചെപ്പൽസ് യൂസ് ചെയ്യണം. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലോ 80 to 90% കാലും വിരലും എടുക്കാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു അവയർനെസ്. ഡയബറ്റിക് ലെവൽ എപ്പോഴും ഫാസ്റ്റിംഗ് 100, PPBS 140, HbA1c below 6 ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സിംറ്റംസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനായിട്ടുള്ള അവയർനെസ്സും യൂട്ടേൺ എടുക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാതെ ആയിട്ട് മേജർലി പോയിട്ട് നമുക്ക് നംനെസ് ഉണർച്ചില്ലാതാവും ആവുമ്പോ പോയിട്ട് എത്ര പൈസ കൊണ്ടുപോയി ഡോക്ടറുടെ ടേബിളിൽ വെച്ചിട്ട് ഡോക്ടർ എങ്ങനെയെങ്കിലും ശരിയാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടും പറ്റൂല. അപ്പൊ അത് കാരണം നമ്മള് സാർ ഇതിൽ എപ്പോഴും പറയും, ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തും പറയും, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. അതേപോലെ വേറൊരു വാക്കുണ്ട്, കൺകെട്ട് പിന്നെ സൂര്യ നമസ്കാരം ചെയ്തിട്ട് കാര്യമില്ല. ഈ രണ്ട് കാര്യം എപ്പോഴും മൈൻഡിൽ ഓർക്കണം. ഒരു പ്രശ്നം വന്നിട്ട് പൈസ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ ആർഗൻസിനെ ഉണ്ടാക്കാൻ പറ്റൂല. പോയത് തന്നെയാണ്. സോ ആഫ്റ്റർ മാരേജ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ സെയിം ഒരാളെ കണ്ടു. ഫസ്റ്റ് വീക്കിൽ ഹൗസ് ഓണർ ഒരു വീട്ടിൽ അവരുടെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നോക്കുമ്പോ ഒരു സ്ഥലം വരെ പോവാന്ന് വിളിച്ചു. ഞാൻ പോയി കാണുമ്പോ അച്ഛൻ 2 കാലും ഡ്രൈവറാണ് കേട്ടാ, 2 കാലും തൊടേണ്ട മേലിൽ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഈ രീതിക്കാണ് കുറച്ചേ കാലുള്ളൂ. അടുത്തൊരു കസേരയുണ്ട്, ആ കസേരയിൽ യൂറിൻ മോഷൻ പോകാനുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റും ആ കസേരയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പോവും, ചേച്ചി അനിയത്തി എടുത്ത കസേരയിൽ ഇരുത്തും.
യൂറിൻ മോഷൻ എല്ലാം തന്നെ അതിൽ പോകും. അവരൊക്കെ അത് റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ കട്ടിലെടുത്ത് ഇരുത്തും. അവിടെ തന്നെ ഫുഡ് കഴിക്കും, അവിടെ തന്നെ എല്ലാം. ഇത് ലൈഫാണോ? അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഒരു കാല് ഒരു വിരല് ആവുമ്പോ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കാലും പ്രശ്നം ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടാവും. സോ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടു കാലെടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു ഒണ്ണിയല്ല ആള് മരിച്ചു. ഇതാണ് ഡയബറ്റിക്കില് ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു വിഷയം. അതേപോലെ വേറെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് അമ്മയും അച്ഛനും രണ്ടുപേരും ഡയബറ്റിക്, കൂടെ പയ്യൻ കൊണ്ടുവരും. ആ പയ്യനോട് ഒരുപാട് വട്ടം പറഞ്ഞു, ഇതുപോലെ തനിക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, നീ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം വരുമ്പോഴത്തെല്ലാം പറഞ്ഞപ്പോ ആള് ഇവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു ഇതല്ലേ നോക്കുള്ളൂ, ഞാൻ എന്നോടത് പറയണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് കോവിഡ് സമയത്ത് അച്ഛനമ്മ രണ്ടുപേരും മരിച്ചു. ആൾക്ക് മാരേജ് ആയിട്ടില്ല. ആളെന്ത് ചെയ്ത് അച്ഛനമ്മേന്റെ ഒരു കാര്യത്തിന് വേണ്ടി ചെരുപ്പില്ലാതെ ആ ചടങ്ങ് ചെയ്യണം. ചടങ്ങ് ചെയ്തപ്പോ ആള് ചെരുപ്പില്ലാതെ പോകേണ്ടി വരും. അങ്ങനെ ഉച്ച സമയം പോയപ്പോ ആൾക്ക് ഡയബറ്റിക് വന്നതുപോലും അറിയില്ല. രണ്ട് കാലില് ബവൽ വന്ന് മൊത്തം അടിയിൽ പോയി കിടക്കുന്നത്. ഞാൻ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് പോയാൽ ജസ്റ്റ് ഒരു എൻട്രി ചെയ്തിട്ട് വരും. നോക്കുമ്പോ ആളുടെ വോയിസ് കേട്ട് ബെഡിൽ അഡ്മിറ്റ് ആണ്. പോയി നോക്കുമ്പോ രണ്ട് കാലിലും അടിയിലും മൊത്തം ഒന്നുമില്ല. കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം, കരച്ചിലായി. ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലേ, നീ ഇത് കേട്ടിട്ട് ഈ ഒരു അവസ്ഥ ആവണ്ടല്ലോ. ഭയങ്കര കരച്ചിലായി. വൈഫില്ല, റിലേറ്റീവ്സ് ആരും ഇല്ല. ഒരു പ്രശ്നം വരുമ്പോ കൂടെ ആരണിക്കില്ല, ഫ്രണ്ട്സുമാർ മാത്രം കൂടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ എന്തായെന്ന അവസ്ഥ എനിക്കറിയില്ല. സോ രണ്ട് കാലും ബാധിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ അഡ്മിറ്റിലുണ്ടായിരുന്നു. അപ്പൊ അതൊരു സംഭവം. ഇപ്പൊ ഇതിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, പ്രൗഡായിട്ട് തോന്നും. കാരണം ഈ ഒരു ന്യൂട്രീഷൻ ലോ GI ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡാണ്. അത് കാരണം നമ്മൾ ഇതിൽ എൻറ്റർ ആയിട്ടുള്ള പീപ്പിള് വെൽനസ് കോച്ച് ഡയബറ്റിക് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് ഈ ഒരു ന്യൂട്രീഷൻ എത്തിച്ചിട്ട് ആ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് അവർക്കൊരു ജീവിതം നമുക്ക് എന്താ പറയാ നിലനിർത്തി കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ ഒരു എന്താ പറയാ അമേസിങ് ഒരു ഫുഡ്, എല്ലാവരും പറയില്ലേ ജീവനുണ്ട് ഉള്ള ഫുഡ് എന്ന്, ഞാൻ അത് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരുപാട് ആൾക്ക് എനിക്ക് ഡയബറ്റിക്കിന് ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കാതെ ഒരു കാര്യം എനിക്ക് ഇതിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചെന്ന് പറഞ്ഞത് പ്രൗഡ് മൂമെന്റ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. എനിക്ക് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിനേക്കാളും ഞാൻ അവിടെ വർക്ക് ചെയ്ത് കൊണ്ടാണ്, എന്റെ തിങ്കിങ് കൊണ്ടാണ് എനിക്കറിയില്ല, മേജർ പീപ്പിൾ എനിക്ക് ഡയബറ്റിക് ആണ് വരുന്നത്. സോ ലോ GI ഗ്ലൈസിമിക് ഷേക്ക് മെറ്റ്ലി ലോ GI ഫുഡാണ്, ഫോർമുല 1 ലോ GI ഫുഡാണ്. സോ ഗ്ലൈസിമിക് ലെവല് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അത് ബേസിക് ഫുഡ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് കളക്ട് ചെയ്യാതെ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. ബിഫോർ എല്ലാ റിപ്പോർട്ടും ഞാൻ അവരെ കളക്ട് ചെയ്ത് വെക്കാൻ പറയും, എന്റെ അടുത്ത് അയക്കാൻ പറയും, കറക്റ്റ് ഫോളോഅപ്സ് കൊടുക്കും. 2 വീക്സ് ആഫ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ റിസൾട്ട്സ് എന്താ പറയാ അമേസിങ് റിസൾട്ട്സ് ഉണ്ടാവും ഡയബറ്റിക്കില്. സോ ബ്ലഡ് വെസൽസും അതേപോലെ നരമ്പ് ബാധിച്ചിട്ടുള്ളവർക്ക് അഡ്വാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഹെർബ ലൈഫ് ലൈൻ നൈറ്റ് വർക്ക്, അതേപോലെ ആക്ടിവേറ്റഡ് ഫൈബർ എന്ന് പറയുമ്പോൾ എക്സലന്റ് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. എന്റെ ഒരു പീപ്പിൾ മെഡിസിനില ഓൺലി ഈ ന്യൂട്രീഷൻ വിത്ത് ആക്ടിവേറ്റഡ് ഫൈബർ ടാബ്ലറ്റ് ഫോർമാറ്റിലുള്ളത് 3 times പ്രോപ്പർ ആയിട്ട് എടുക്കും. ഇന്ന് വരെ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഫൈബർ എവറി മന്ത് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. സോ അവർക്ക് ഇതെടുക്കുമ്പോൾ നോർമൽ ആവണമെന്നുള്ള ഇത് ഒരു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കാരണം ആക്ടിവേറ്റഡ് ഫൈബറിൽ കോംപ്ലക്സ് ഇത് നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ സാധിക്കും നമ്മളുടെ ഫൈബറിൽ. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ആൻഡ് ഓയിൽ ഉണ്ടെങ്കിൽ അത് പുറത്ത് കളയാനായിട്ട് ഒബ്സർവേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫൈബർ കോംപ്ലക്സ്. ഹെൽത്തി ഡൈജഷൻ, പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ ആവുമ്പോൾ ഗ്ലൈസിമിക്കും സൂപ്പർ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. നല്ലത് എന്താ പറയാ ഗുഡ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്. അതേപോലെ ആക്ടിവേറ്റഡ് ഫൈബർ നോക്കുമ്പോൾ സെയിം അത് തന്നെയാണ്. ഗ്ലൈസിമിക് ലെവൽ നല്ല ഗ്രാജുവൽ ആയിട്ട്, ഞാൻ പറഞ്ഞ ഗ്ലൈസിമിക് വേരിയബിലിറ്റി വരാൻ പാടില്ല, സ്മൂത്ത് ആയിട്ട് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ടാബ് ഫോർമാറ്റും ഈ ഫോൾഡർ ഫോർമാറ്റും. അതേപോലെ ഹെർബ ലൈഫ് ലൈൻ omega-3 ഫാറ്റി ആസിഡ് ആണ്. സോ ഈ ഫാറ്റ് നമ്മളുടെ ബോഡിയിൽ ഗുഡ് ഫാറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ബാഡ് ഫാറ്റിന് നമുക്ക് റിമൂവ് ചെയ്യണം. നമ്മളെ ഹാർട്ട്, ബ്രെയിന്, വിഷന്, ഹാർട്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹെർബ ലൈഫ് ലൈൻ. സോ ഇത് കൊടുത്തിട്ട് അമേസിങ് റിസൾട്ട്സ് ആണ്.
ഗസ്റ്റിന്. അപ്പോ നമുക്ക് ഹെർബൽ ലൈഫ് ലൈൻ കൊടുക്കാം. അതേപോലെ നൈറ്റ് വർക്ക് സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. സർക്കുലേഷൻ ഇല്ലാത്തവർക്ക്, വെസൽസ് അതായത് ബ്ലഡ് വെസൽസ് ബാധിച്ചിട്ടുള്ളവർക്ക് നൈറ്റ് വർക്ക് അമേസിംഗ് റിസൾട്ട്സ്. കാരണം കാർഡിയക് വാസ്കുലർ സിസ്റ്റത്തിനും സർക്കുലേറ്ററി സിസ്റ്റത്തിനും നല്ല രീതിക്ക് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു റിസൾട്ട്സ് ആണ് ഇത്. ഇതിലും ഞാൻ ഒരു ഇത് പറയാം. എന്റെ മാക്സിമം 1 വീക്ക് ഡേ 1 വീക്ക് നൈറ്റ്. ആ 1 വീക്ക് നൈറ്റില് ഏർലി മോർണിംഗ് 2 to 4 ഒരുപാട് പേഷ്യൻസ് ഗേറ്റിനെ അടിച്ചു പൊളിക്കും. കാരണം ചെസ്റ്റ് പെയിൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രോക്കിന്റെ ഒരു സിംറ്റംസ് വന്നിട്ട് വേഗം കൊണ്ടുപോയി നമുക്ക് ടേബിളിൽ കിടത്തി ഒന്ന് ECG എടുക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ മരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ വരുമ്പോൾ തന്നെ എന്തെങ്കിലും സംഭവം നടക്കും. സോ കാരണം നൈട്രിക് ഓക്സൈഡ് ആ ഒരു കോമ്പൗണ്ട് ഏർലി മോർണിംഗ് നമ്മളുടെ ബോഡിയിൽ കുറയുമ്പോൾ ആ അറ്റാക്കും സ്ട്രോക്കും സംഭവിക്കുന്നത്. സോ ആ അമേസിംഗ് നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മളെ നൈറ്റ് വർക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വൈറ്റമിൻ സി, ഫോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് നൈട്രിക് ഓക്സൈഡിനെ നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്യാനും കാർഡിയാക് വാസ്കുലർ സിസ്റ്റത്തിനും സർക്കുലേറ്ററി സിസ്റ്റത്തിനും സൂപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതും ഒരു ഗസ്റ്റിനെ കൊടുത്തിട്ട് അടിപൊളി റിസൾട്ട്സ് ആണ്. സോ ഡയബറ്റിക് ഉള്ളവർ മസ്റ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷനും ഹെർബൽ ലൈഫ് ലൈനും നൈറ്റ് വർക്കും, അതേപോലെ ആക്ടിവേറ്റഡ് ഫൈബർ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ്, അതേപോലെ ബീറ്റ ഹാർട്ട് അമേസിംഗ് ഫുഡാണ്. അതും കൂടി എന്താ പറയാ, കമ്പനി നമുക്ക് മെഡിക്ലെയിമോട് കൂടി തന്നിട്ടുള്ള ഒരു ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ബീറ്റ ഹാർട്ട് ആണ്. അത് 3 gram ഓട്സ് ബീറ്റ ഗ്ലൂക്കോൺ ഉള്ളത് കൊണ്ട് നമ്മളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ, നമുക്ക് ബാഡ് കൊളസ്ട്രോൾ നമുക്ക് എന്താ പറയാ റിഡ്യൂസ് ചെയ്യാനും ഗുഡ് കൊളസ്ട്രോളിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ബീറ്റ ഹാർട്ട്. നിങ്ങൾ ഡയബറ്റിക് ഉള്ളവര് എന്താ പറയാ കൊളസ്ട്രോൾ ലെവലിനെ പെർഫെക്റ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അതും സർക്കുലേഷനെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചിട്ട് ഇന്ന് തന്നെ ബീറ്റ ഹാർട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ റിപ്പോർട്ട് എടുക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ 5 കൊളസ്ട്രോൾ എടുത്തിട്ട് റിപ്പോർട്ട് കോച്ചിന് അയച്ചു കൊടുക്കണം, നിങ്ങളുടെ കയ്യിൽ വെക്കണം. കറക്റ്റ് ഒരു 2 months നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് സെയിം ലാബിൽ പോയിട്ട് എടുക്കുമ്പോൾ കോച്ചസ് പറയുന്നേക്കാളും റിപ്പോർട്ട് പറയും നിങ്ങളുടെ റിപ്പോർട്ട് എത്രത്തോളം ഈ ബീറ്റ ഹാർട്ട് എടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. മെഡിസിനിൽ വർഷങ്ങളോളം എടുക്കുന്നുണ്ട്. ആ അളവിൽ ഞാൻ കുറഞ്ഞിട്ട് കണ്ടിട്ടില്ല. 5 mg, 10 mg, 20 mg ആക്കും. പക്ഷെ അവിടെ കൊളസ്ട്രോൾ റിഡ്യൂസ് ആയിട്ട് കണ്ടിട്ടില്ല. പ്രശ്നമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഈ ബീറ്റ ഹാർട്ട് അമേസിംഗ് റിസൾട്ട്സ് ആണ്. സോ ഇതില് ഞാൻ എൻറ്റർ ആയിട്ട് എൻ്റെ ഒരു പീപ്പിൾ ഡയബറ്റിക് തമിഴ്നാട്ടിൽ നിന്നും ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. സോ എന്തായാലും അവർ എന്താ പറയാ അക്കുപഞ്ചർ പോയിട്ടുണ്ട്, അലോപ്പതി, യുനാനി, ഹോമിയോ, ആയുർവേദം A to Z പോയിട്ടുണ്ട്. ലാസ്റ്റ് ഡയബറ്റിക് 300, 400, HbA1c 12 point something, ഹിപ്പ് തൊട്ട് തലവരെ ഉണർച്ചയില്ല, ഇത്രയും പോയിട്ടുണ്ട്. ഇതിന് മേലെ നമ്മുടെ ഫുഡ് കൊടുത്ത് എത്രത്തോളം റിസൾട്ട്സ് കിട്ടും ഞാൻ കൊടുത്തപ്പോ ആളിന് എന്താ പറയാ ഒരു മാനേജറാ, കോറി മാനേജറാണ്. അവർക്ക് എല്ലാ സ്ഥലത്തും ഡെയിലി ട്രാവൽ ചെയ്യണം. ആ സമയത്ത് ഒരു മാസം 4 to 5 ചെരുപ്പ് കാലിൽ നിന്ന് ഊർന്നത് അറിയില്ല ആൾക്ക്. എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് കാലിലുണ്ടാവും, ഒരു ചെരുപ്പ് ആൾ കണ്ടിട്ട് എവിടെയെങ്കിലും ഒരു ചെരുപ്പ് ചോദിക്കുമ്പോഴാണ് കാലിൽ ഇല്ലാതെ ആ സാറിനെ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ. മാസത്തില് 4 to 5 ചെരുപ്പ് ഉണ്ടാവുള്ളൂ. പുതിയ ചെരുപ്പ് എവറി മന്ത് 5 ചെരുപ്പ് മേടിക്കണം. വൈഫ് ലാസ്റ്റ് വീക്ക് പോലും പറഞ്ഞായിരുന്നു. ഇപ്പൊ അവസ്ഥയില്ല. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ബേസിക് ഫുഡ്, അതിന്റെ കൂടെ ഈ പറയുന്ന ബീറ്റാട്ട്, നൈറ്റ് വർക്ക്, ഹെർബൽ ലൈഫ് ലൈൻ, ഇതെല്ലാം സെൽ ആക്ടിവേറ്റർ അതും കൂടി ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തപ്പോ ബ്ലഡ് ഷുഗർ സൂപ്പർ ആയിട്ട് റിഡ്യൂസ് ആയി. അവർ വരുമ്പോ ഞാൻ ജസ്റ്റ് പിക്ചർ കാണിച്ചിട്ട് അപ്പൊ തന്നെ എടുക്കും. കാരണം ഇത് മെഡിക്ലെയിം ആയിട്ടാണ് എടുക്കരുത്. ഞാൻ ഇൻഡിവിജ്വലി എനിക്കിതിലുള്ള എക്സ്പീരിയൻസും ഇതിൽ വന്നിട്ട് സാറ് പറഞ്ഞുള്ള ഒരു ഫോളോ അപ്സും കൂടി ഞാൻ രണ്ടും കൂടി അപ്ലൈ ചെയ്തപ്പോ ആള് ഇങ്ങനെ ഉണ്ടായിരുന്ന ആള് ഇങ്ങനെ മാറ്റി കൊടുത്തു. അതേപോലെ അവരുടെ കാല് നോക്കുമ്പോ അവർ തന്നെ പിക്ചർ ഇവിടെ ഇല്ല, തമിഴ്നാട്ടിൽ വരുമ്പോ ഏത് രീതിക്ക് അക്കുപഞ്ചറുള്ള പിക്ചറും ഫസ്റ്റ് റൈറ്റ് ലെഗും ലെഫ്റ്റ് ലെഗുമാണ് ഇത്. സെക്കൻഡ് പിക്ചർ വിത്തിൻ 45 days അവിടെ ഗ്ലൈസിമിക് നല്ല കൺട്രോൾ ചെയ്ത് കൊടുത്തപ്പോ ആ കാല് എത്രത്തോളം ഇംപ്രൂവ് ആക്കി കൊടുത്തു. ഇതിന്റെ അവയർനെസ് ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ആ സാർ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ സാറ് കുറച്ച് അലസതയായിട്ട് വിട്ടപ്പോ രണ്ടാമത്തെ ടൈം ഒരു 2 വർഷം കഴിഞ്ഞ്
വീണ്ടും ഇതേപോലെ പ്രശ്നം കാലിലുണ്ടായി. എന്നോട് പറഞ്ഞിട്ടില്ല. ആള് തന്നെ എന്തൊക്കെ ചെയ്ത് പോയി ശരിയാക്കാന്ന് വിചാരിച്ചു, നടന്നിട്ടില്ല. ലാസ്റ്റ് ഡോക്ടർ, ഇത് ഫസ്റ്റ് ടൈം ആട്ടാ, ഫസ്റ്റ് ടൈം ഇങ്ങനെ ആക്കി കൊടുത്തു. കാരണം ഇവർക്ക് ബ്ലഡ് വെസൽസ് ബാധിച്ചിട്ടുണ്ട്. അത് കാരണം ഇനി ഇതുപോലെ വരൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂല. വരും. പക്ഷെ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ വരാതെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ആള് ശ്രദ്ധിക്കാതെ കൊണ്ട് ഒരു 2 വർഷം കഴിഞ്ഞ് വീണ്ടും അവർക്ക് കോറിയിൽ പോയിട്ട് എന്തോ കല്ല് ചെറുതായിട്ട് കാലിൽ കൊണ്ടപ്പോ ഈ സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. ആള് എന്നോട് പറഞ്ഞിട്ടില്ല, ഫുഡ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താലല്ലേ അതിൽ നിന്ന് യൂട്ടേൺ എടുക്കാൻ പറ്റും. വൈഫും ഹസ്ബൻഡും പോയിട്ട് ഹോസ്പിറ്റലിൽ നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞത് ഇതിൽ നിന്ന് ഇതുവരെ കട്ട് ചെയ്ത് എടുക്കണം, 1.5 ലക്ഷം അടയ്ക്കണം, നിങ്ങൾ നാളെ വന്നിട്ട് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പൊ സോറി, ഇന്ന് തന്നെ അഡ്മിറ്റ് ആയിക്കോളൂ, ഞാൻ അത് കട്ട് ചെയ്ത് എടുക്കാം, 1.5 ലക്ഷം അടയ്ക്കുന്നു. അപ്പൊ അവരെപ്പോ അവിടെ നിന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ആ പിക്ചർ മാത്രം എടുത്ത് അയച്ചാൽ മതി, നോക്കാന്ന്. അപ്പൊ എടുത്ത് അയച്ചപ്പോ എന്തായാലും ഇത് ശരിയാക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉള്ളത് കൊണ്ട് തിരിച്ചു വന്നേക്ക് ഞാൻ പറഞ്ഞ 2 ആഴ്ച കേൾക്ക്, അതിനുശേഷം പോവാന്ന് പറഞ്ഞിട്ട് സെയിം ഇതെല്ലാം കൊടുത്തു. കറക്റ്റ് ചെയ്തപ്പോ ഒരു മാസത്തില് അവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാല് സൂപ്പറായി. അപ്പോ ഈ ഷുഗർ ഫണ്ടമെന്റൽ എവിടെ തിരിച്ചു പോയാലും വന്നാലും നമുക്ക് ഫാസ്റ്റിംഗ് BP കൺട്രോളിൽ വെക്കണം. നമ്മളുടെ ഫുഡിൽ എപ്പോഴും നല്ല രീതിക്കുള്ള ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യണം. നമ്മളുടെ ഡെയിലി ബേസിൽ വർക്കൗട്ട് ആഡ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു നല്ല ന്യൂട്രീഷൻ ഇതിലോ ഫുഡ് ആയതുകൊണ്ട് ലൈഫ് ലോങ് നിങ്ങൾ ഡയബറ്റിക് ഉള്ളവർ ഒരു ഗിഫ്റ്റഡ് ഫുഡ് എന്ന് പറയാം, ഒരു ഫ്രണ്ട്ലി ഫുഡാണ് നിങ്ങൾക്ക്. ഇത് എപ്പോഴും ഡയബറ്റിക് ഉള്ളവർ ഒരു ദിവസം പോലും മിസ് ചെയ്യരുത്. മെഡിസിൻ എടുക്കുമ്പോൾ ഒരു രോഗത്തിന് എടുക്കുന്നുണ്ട്, അടുത്ത രോഗം കിഡ്നീനെ ബാധിക്കും. സോ അതും കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങളോളം എടുക്കുമ്പോൾ എഫക്ട് ആവുന്നത് കിഡ്നീനാണ്. അപ്പോ കണ്ണിനെ ബാധിക്കും. സർക്കുലേഷൻ കുറയുമ്പോൾ കണ്ണ്, ഒഫ്തമാലജി, കോർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി എല്ലാ ഡോക്ടറും കൺട്രോൾ ഇല്ലെങ്കിൽ കാണേണ്ടി വരും. ലാസ്റ്റ് പോകേണ്ട അവസ്ഥ ഡയാലിസിസ്. പിന്നെ നമ്മൾ പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ബേസിക് നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു ഡോക്ടർ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗിഫ്റ്റഡ് പീപ്പിൾ ആയതുകൊണ്ട് ഡയബറ്റിക് ഓരോ വെൽനസ് കോച്ച് എടുത്ത് നിങ്ങൾ വന്നിട്ട് എൻ്റർ ആയിട്ടുണ്ട്. ആ വെൽനസ് കോച്ച് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ അവരോട് സ്നേഹിച്ച് സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ എനിക്ക് ഒരുപാട് ഡയബറ്റിക്കിന് ഇംപ്രൂവ് ചെയ്ത് അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കൊടുത്തതിന് എനിക്ക് നല്ല പ്രൗഡ് മൂമെന്റ് തോന്നുന്നുണ്ട്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇത് ലാസ്റ്റ് ഞാൻ പറയാം, ഇത് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് എടുത്താൽ മതി സാർ, കാണിക്കണ്ട. ഒരു മിനിറ്റ്. ഇവര് ഞാൻ ആ സാറുടെ റിസൾട്ട് കണ്ടിട്ടാണ് ഇവർക്ക് ചോദിച്ചു വന്നതാണ്. ഇവര് ഇത്ര 65 വയസ്സ്, ഹൈ ഡയബറ്റിക്, കാൽ ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് മെഡിക്ലെയിം ഇല്ല, എന്നെ കൊണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് രാജകുമാർ സാറോട് ചോദിച്ചു, സാർ ഇത് എന്താ ചെയ്യേണ്ടതെന്നപ്പോ സാർ മെഡിക്ലെയിം കൊടുക്കണ്ട, നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ചില കാര്യം പറഞ്ഞു. അത് ഞാൻ ന്യൂട്രീഷൻ ബേസിക് കൊടുത്തു, നൈറ്റ് വർക്ക്, ഹെർബൽ ലൈഫ് ലൈൻ, ബീറ്റാ കാർട്ട്, സെല്ല് ആക്ടിവേറ്റർ, മൾട്ടിവൈറ്റമിൻ ഇതെല്ലാം കൊടുത്തു. ആള് അണ്ടർ വെയിറ്റ് ആണ്. ഒരു 2 ആഴ്ച പിക്ചറാണ് ഇത്. ഇങ്ങനെ ഉണ്ടായിരുന്നാൽ ഇങ്ങനെയായി. കാല് എടുത്തോളൂ സാർ, മതി. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മെഡിക്ലെയിം നിങ്ങൾ കാണുമ്പോൾ മെഡിക്ലെയിം ആയിട്ട് എടുക്കും. അത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തത്. ഇത് ഇൻഡിവിജ്വലി ഞാൻ എടുത്ത് കൊടുത്ത റിസൾട്ട്സ് ആണ്. അവര് ചെരുപ്പില്ലാതെ എവിടെയോ നടന്നപ്പോ കാലിൽ ചെറിയ ബബിൾ വന്നതാണ്. അത് അടിപ്പാദം മൊത്തം പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞ് ഡോക്ടറുടെ സപ്പോർട്ടും വിത്ത് ന്യൂട്രീഷന്റെ സപ്പോർട്ടും രണ്ടും കൂടി ചെയ്തുള്ള റിസൾട്ട്സ് ആണ്. അപ്പൊ ഇൻസുലിൻ എടുത്തു, മെഡിസിൻ എടുത്ത്, അതിന്റെ കൂടെ ഇതെല്ലാം കൂടി കറക്റ്റ് ചെയ്ത് കൊടുത്തു. ആ പാല് പലചരക്ക് കട വെച്ചിട്ട് ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട്. ഏകദേശം 1 വർഷമായി. ആള് ഹെൽത്തിയാണ്, ഹാപ്പിയാണ്, എല്ലാ ഭാഗത്തും സൂപ്പറായിട്ട് ഒറ്റയ്ക്ക് പോയി വരുന്നുണ്ട്. അപ്പൊ ഈ ന്യൂട്രീഷനിൽ അത്രയും അമേസിങ്, ആർക്ക് എന്ത് റിസൾട്ട്സ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും അമേസിങ് റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. സോ ഇതിൽ എന്നെ ഇൻവൈറ്റ് ചെയ്ത എന്റെ ഒരു വെൽനസ് കോച്ച് എനിക്ക് ഇത്രത്തോളം നല്ല രീതിക്ക് മതി സാർ, മതി എടുത്തോട്ടാ, കാരണം ഇത് മെഡിക്ലെയിം ആയി പോവും. ഞാൻ ആ പീപ്പിളിൽ ചോദിക്കാതെ തന്നെ ഞാൻ കാണിച്ചതാണ്. അപ്പൊ അത് കാരണം ആരും ഇതുപോലെ ആളുകൾ വരുവാണെങ്കിൽ ഓണായിട്ട് എടുക്കരുത്. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് സാറോട് ചോദിച്ചിട്ടാണ് ഡീൽ ചെയ്തട്ടാ. അപ്പൊ നിങ്ങൾ ആരും ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്, മെഡിക്ലെയിം കൊടുക്കരുത്. ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊടുക്കാം, ബാക്കി നമുക്ക് മെഡിക്ലെയിം കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്ര കാര്യം പറഞ്ഞു. എന്റെ സ്ലാങ് ഫസ്റ്റ് ടൈം കണക്ട് ആയിട്ടുള്ളവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ കോച്ചോടെ ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി
മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു എഡ്യൂക്കേഷൻ പാർട്ട് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തന്ന എന്റെ വെൽനസ് കോച്ചിനും രാജകുമാർ സാറിനും കവിത മാഡത്തിനും സ്വന്തം ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു. ഇന്ന് ഒരുപാട് സമയമായിട്ടുണ്ട്, എക്സ്പീരിയൻസ് കേൾക്കാനുള്ള സമയമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കാം. എല്ലാവരും ഇത്ര നേരം ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്തതിന് എല്ലാത്തിനും താങ്ക്സ് ടു ഓൾ. താങ്ക്സ് ടു രാജകുമാർ സാർ ആൻഡ് കവിത മാം.